കാണിക്കേ. ഹായ് ഹായ് റിമോട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയ തോന്നുന്ന ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ട്രേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ബേസ് കോട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് കളറിലെ സ്പ്രേ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കല്ലാതെ ഈ ഒരു ഫാബ്രിക് പെയിൻ്റൊക്കെ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പ്രേ പെയിൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് ഒരു കോട്ട് അടിച്ചെടുക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് ഞാൻ ഒരു തവണ ഞാൻ അടിച്ചപ്പോഴത്തേന് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ പോരായിരുന്നു. അപ്പോൾ ഞാൻ 2 കോട്ടും കൊണ്ട് അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇത്തിരി ഷേപ്പൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഇലകളാണ് വേണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിപ്പത്തിലുള്ള ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്പൂറ്റിയാണ് ഇതിനെല്ലാം എനിക്ക് സഹായമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് ഈ ഇല കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പെയിൻറ്റ് ചെയ്തെല്ലാം വന്നപ്പോഴത്തേന് ഞങ്ങൾ പറിച്ച് വെച്ചിരുന്ന ഇല അങ്ങ് വാടിപ്പോയി. അപ്പം നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇല വെച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്തത്. ഇത് കണ്ടോ, 2 കോട്ട് സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടും ആ ഒരു ബോർഡിൻ്റെ ആ ഒരു കളറ് എടുത്തെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെയിലെല്ലാം പോയി. അപ്പോൾ ഞാൻ 2 കോട്ടിൽ ഞാൻ സമാധാനപ്പെട്ടു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുറച്ച് കളറ്, നല്ല കളറ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടോ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുത്ത് വെക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കളറെല്ലാം ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ആ ഒരു സ്പ്രേ പെയിൻറ്റ് അടിച്ചത് കുറച്ചും കൂടെ വേണ്ടിയിരുന്നു എന്ന്. കാരണം ആ വൈറ്റ് കളർ നന്നായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ അടിച്ചെടുക്കുന്ന ആ കളർ കുറച്ചുകൂടെ തെളിഞ്ഞ് കാണത്തുള്ളൂ. ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കളറല്ല ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതും ട്രയലായിട്ട് ചെയ്യുന്ന ഒരു വർക്കും കൂടി ആയതുകൊണ്ട് അതെങ്ങനെ വരുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പേപ്പറിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു പേപ്പറിൻ്റെ വലുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു ബോർഡിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഈ ഒരു ഇല നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. മതിലും പറമ്പിലും ഒക്കെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ആദ്യമേ വലിയ ഇല എടുത്ത് നല്ല ഷേപ്പൊക്കെ നോക്കി എടുത്തെങ്കിൽ അത് വാടിപ്പോയി. അപ്പോൾ ഈ ചെറിയ ഇലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിത് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ടാണ് ബാക്കി പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ സ്പോഞ്ചിലാണ് ഇതേപോലെ ഡിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലും നല്ലത് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ചെറിയ ഇല ആയതുകൊണ്ട്, വലിയ ഇലയൊക്കെയാണ് നമുക്ക് ഇതേപോലെ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു സ്പോഞ്ച് ഇല ഒട്ടി വരുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പെയിൻറ്റിങ് നല്ല രീതിയിൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇല വരുന്ന അല്ലാത്ത ബാക്കി ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഫുള്ളായിട്ട് ബോർഡിൽ പെയിൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു പെയിൻറ്റിങ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ കുഞ്ഞില ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ, ആ സ്പോഞ്ച് വെച്ചിട്ട് ടിപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കറുപ്പ് കളർ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുഞ്ഞിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ഹായ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. അപ്പോൾ ഈ കുഞ്ഞ് സിമ്പിളായിട്ടുള്ള വർക്ക് എനിക്കും കുഞ്ഞിനും അതുപോലെ തന്നെ അമ്പൂറ്റിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.